ഹലോ കൂട്ടുകാരെ, 2 ദിവസം മുമ്പ് ഒരു കമൻറ്റ് വന്നിരുന്നു, ശരിക്കും ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓൾറെഡി പവർ ഓഫ് ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ട്വിൻ ഫ്ലെയിമിനോട് ഡിറ്റാച്ച് ആവേണ്ടതിൻ്റെ ആവശ്യം, ഈ ജേർണിയിൽ അതിൻ്റെ ഒരു ആവശ്യം പറഞ്ഞിട്ട്. എന്നാൽ ഈ ഒരു ഡിറ്റാച്ച്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും എന്താണ് ഈ ഒരു ജേർണിയിൽ എന്ന് പറഞ്ഞു തരികയാണ്. അതായത് നമ്മൾ കാർമിക്കെന്നോ സോൾമേറ്റെന്നോ ടാഗ് കൊടുക്കുന്ന ഓരോ സോൾസിനോടും നമുക്കുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് എന്താണെന്നും അത് എങ്ങനെയാണ് ഡിറ്റാച്ച് ചെയ്യേണ്ടതും ഇതൊക്കെയും പറഞ്ഞുതരാം. അപ്പോൾ ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വാക്കിൽ തന്നെയുണ്ട് ഡി അറ്റാച്ച്മെൻറ്റ്, അറ്റാച്ച് ആവാതെ ഇരിക്കുക. അപ്പോൾ അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനായിട്ട് ഒരു ഉദാഹരണം പറയാം. നമ്മളൊക്കെയും ജനിച്ച് വീഴുമ്പോൾ, അതായത് നമ്മളുടെ സോൾ ഒരു ബോഡി ചൂസ് ചെയ്ത് ഭൂമിയിലേക്ക് വരുമ്പോൾ ഈ ഒരു സൊസൈറ്റി പാറ്റേൺസിലേക്കാണ്. അതായത് ഇൻകാർണേറ്റ് ചെയ്യപ്പെടുന്ന സോളിന് പ്യുവറായിരിക്കും അല്ലേ, വളരെ പ്യുവറായിട്ടുള്ള ഒരു എനർജി ആയിട്ടായിരിക്കും ആ സോൾ ഈ ഭൂമിയിലേക്ക് വരുന്ന ഒരു കുഞ്ഞ്. അപ്പോൾ തന്നെ ജനിച്ച ഒരു കുഞ്ഞിൻ്റെ എനർജിയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ കുഞ്ഞ് ജനിക്കുന്ന ഒരു ഫാമിലി ട്രീ, ഒരു അമ്മ, അച്ഛൻ, മുത്തച്ഛൻ, മുത്തശ്ശി, അല്ലെങ്കിൽ ആ ഒരു ഫാമിലി, ഇവിടെയൊക്കെയും അറിഞ്ഞോ അറിയാതെയോ ആദ്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അറ്റാച്ച്മെൻ്റ് ആണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അതൊരു സൊസൈറ്റി പാറ്റേൺ ആണ് നമുക്ക്. അതായത് ഇവിടെ നമ്മളെ പഠിപ്പിച്ചു തരുന്നത് നമ്മൾ എല്ലാ കാര്യങ്ങളും വെളിയിൽ നിന്നും സീക്ക് ചെയ്യണമെന്നാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്നേഹം വേണമെന്ന് പറഞ്ഞാൽ ആ സ്നേഹം കിട്ടുന്നത് നമുക്കൊരു അമ്മയിൽ നിന്നാണ്, അല്ലെങ്കിൽ അച്ഛനിൽ നിന്നാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നാണ്. അതേപോലെ തന്നെ എന്ത് കാര്യവും നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ ഇമോഷണൽ സപ്പോർട്ടും നമ്മൾ സീക്ക് ചെയ്യേണ്ടത് വെളിയിൽ നിന്നാണെന്ന് നമുക്ക് പഠിപ്പിച്ച് തരുന്നു. അത് വേണമെന്ന് പറഞ്ഞിട്ടൊന്നുമല്ല, കുറേ ജനറേഷൻസ് ആയിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന ഒരു പാറ്റേൺ ആണത്. അപ്പോൾ ഈ കുഞ്ഞ് വളർന്നു വരുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഈ പാറ്റേൺസിനെ ഉള്ളിലേക്ക് ഇൻസ്റ്റൽ ചെയ്യും. അച്ഛന് വേണ്ടി ഇത് ചെയ്യണം, അമ്മയ്ക്ക് വേണ്ടി ഇത് ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ ആങ്ങളയ്ക്ക് വേണ്ടി, എൻ്റെ പെങ്ങൾക്ക് വേണ്ടി, എൻ്റെ ഭർത്താവിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി. അപ്പോൾ ഇതെല്ലാം സെപ്പറേറ്റ് സോൾസാണ്. എന്നാൽ നമ്മളിവിടെ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഇതിനെ ഒരു റിലേഷണൽ ഇതിൽ കൂട്ടിക്കുഴച്ചിട്ട് എല്ലാവർക്കും വേണ്ടി നമ്മുടെ സോള് ജീവിക്കുകയാണ്. സോൾ ഇവിടെ വന്നത് എന്തിനാണ്? പ്യുവറായിട്ട് അതിൻ്റെ പർപ്പസ് ചെയ്യാൻ. എന്നാൽ നമ്മളിവിടെ ചെയ്യുന്നത് എന്താണ്? അറ്റാച്ച്മെൻറ്റിലേക്ക് വന്നിട്ട് നമ്മൾ ഒരു സ്നേഹം സീക്ക് ചെയ്ത്, ഫൈനാൻഷ്യൽ സപ്പോർട്ട് സീക്ക് ചെയ്ത്, ഇമോഷണൽ ഡിപ്പെൻഡൻസി സീക്ക് ചെയ്ത്, കോ ഡിപ്പെൻഡൻസി കാണിച്ച് ഒക്കെയും നമ്മൾ ആർക്കൊക്കെയോ വേണ്ടി നമ്മൾ ജീവിക്കാൻ തുടങ്ങും. അപ്പോൾ ഇതെല്ലാം അറ്റാച്ച്മെൻ്റാണ്. കണ്ടീഷൻ ബേസ്ഡ് ലവ് ആണ്. കണ്ടീഷൻ ബേസ്ഡ് കാര്യങ്ങളാണ് നമുക്കിവിടെ പഠിക്കുന്നതും നമ്മൾ പ്രാവർത്തികമാക്കുന്നതും. എപ്പോൾ വരെയാണിത്? നമ്മൾ സ്പിരിച്വൽ അവേക്കനിങ്ങിൽ വരുന്നതിന് മുമ്പ് വരെ. അപ്പം ഇവിടെ ഒരു ഫിയർ കാണും. നമ്മളിത് കൊടുത്തില്ലെങ്കിൽ അവർ വിട്ടിട്ട് പോവും, നമ്മൾ സ്നേഹിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് സ്നേഹം കൊടുത്താലേ നമുക്ക് സ്നേഹം കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ അവർക്ക് ഇതൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുത്താലേ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് അവരിൽ നിന്നും കിട്ടുകയുള്ളൂ, അമ്മയും അച്ഛനും പറയുന്നത് കേട്ടാലേ അവരുടെ സ്വത്ത് നമുക്ക് കിട്ടുകയുള്ളൂ. ഇതെല്ലാം കണ്ടീഷൻ ബേസ്ഡ് ആയപ്പോൾ. അപ്പോൾ നമ്മൾ ഇതേ ഒരു ലൈഫിൽ, പ്യുവറായിട്ടൊരു 3D ലൈഫിൽ നമ്മൾ ജീവിച്ച് വരുമ്പോൾ നമ്മുടെ സോളിനറിയാം നമ്മൾ എന്തിനാണ് വന്നതെന്നും. അപ്പോൾ ഈ ഒരു ലോൺലിനെസ്സും കാര്യങ്ങളും, അപ്പോൾ നമ്മളുടെ സോള് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. എന്നാൽ നമ്മളതിനെ മനസ്സിലാക്കുന്നില്ല. നമ്മൾ കാണുന്ന ആ ഒരു മായയാണ് സത്യമെന്ന് പറഞ്ഞ് ആ ഒരു അറ്റാച്ച്മെൻറ്റിലൂടെ നമ്മൾ ജീവിച്ച് വന്ന് അങ്ങ് ജീവിച്ചു കൊണ്ട് പോകുമ്പോൾ നമുക്കൊരു സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് വരുമ്പോൾ, ഇതൊരു ട്വിൻ ഫ്ലെയിമിൻ്റെ കാര്യമല്ല പറയുന്നത്, ഏതൊരു സ്പിരിച്വൽ സീക്കറും, അതായത് സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് വന്ന ഏതൊരു സോളും അവർ സോൾ ലെവലിലേക്ക് മനസ്സിലാക്കാനായിട്ടാണ് ഈ സ്പിരിച്വൽ അവേക്കനിങ് തരുന്നത്. അപ്പോൾ നമ്മൾ 3D ലെവലിൽ എന്താ പഠിക്കുന്നത്? എല്ലാം വെളിയിൽ നിന്നും കിട്ടും. സോൾ എന്ത് പറയും?
അല്ലെങ്കിൽ നമ്മൾ ഈ സ്പിരിച്വൽ അവേക്കനിങ്ങിൽ നമ്മൾ എന്താണ് പഠിക്കുന്നത്? നമ്മൾക്കെല്ലാം കിട്ടുന്നത് നമ്മളുടെ ഉള്ളിൽ നിന്നാണ്. കാരണം നമ്മൾ തന്നെയാണ് ഒരു യൂണിവേഴ്സ്, നമ്മൾ തന്നെയാണ് നമ്മുടെ യൂണിവേഴ്സ്, നമ്മൾ തന്നെ നമ്മളുടെ ലൈഫിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു ലവിനെ അല്ല, അൺകണ്ടീഷണൽ കാര്യങ്ങളെയാണ് നമ്മൾ നമ്മളിലേക്ക് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കും. ഇവിടെയാണ് സൊസൈറ്റിക്കും നമ്മൾക്കുമുള്ള ഒരു ഡിഫറൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ 3D ലെവലിലുള്ള ആർക്കും നമ്മളെ മനസ്സിലാക്കാനും സാധിക്കുന്നില്ല. കാരണം കോൺഷ്യസ്നെസ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു ആത്മാവിൻ്റെ ലെവലിൽ നമുക്ക് ആലോചിക്കാൻ പറ്റുന്നതും, അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സൽ എനർജിയുമായിട്ട് കണക്റ്റായിട്ട് നമ്മൾ ഉള്ളിലേക്ക് നോക്കാൻ പഠിക്കുന്നതും. അതിനൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്നർ വർക്കൊക്കെയും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ പഠിക്കുന്നത് ഡിറ്റാച്ച്മെൻ്റ് ആണ്. ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ അത് അതർ സോൾസിൽ നിന്നാവാം, അത് നമ്മളുടെ പാർട്ട്നേഴ്സ് ആവാം, പേരൻസ് ആവാം, സൊസൈറ്റി ആവാം. ഒക്കെയും നമുക്ക് ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ വരുമ്പം നമുക്ക് ഐസൊലേഷനിൽ ഇരുത്തിയിട്ട് ആദ്യം യൂണിവേഴ്സ് പഠിപ്പിച്ച് തരുന്നത് എന്താണ്? ഡിറ്റാച്ച് ആവാനായിട്ടാണ്. അപ്പോൾ ഇവിടെ പെയിൻ വരും പലർക്കും. എന്തുകൊണ്ടാണ് പെയിൻ വരുന്നത്? സ്റ്റിൽ നമ്മൾ ആ ഒരു മൈൻഡും കൊണ്ട് ആലോചിച്ച് 3D ലെവലിൽ ആലോചിക്കുമ്പോഴാണ് നമുക്കിവിടെ പേടി വരുന്നതും പെയിൻ വരുന്നതും. എന്നാൽ പതുക്കെ പതുക്കെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾക്ക് ഡിറ്റാച്ച് ആയാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പെയിൻ വരുമെന്ന്. ഒരു ഡിവൈൻ ഇൻ്റർവെൻഷനോട് കൂടി നമ്മളെ ഡിറ്റാച്ച് ചെയ്യിപ്പിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ എപ്പോഴാണ് നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്നത്? അപ്പോൾ പിന്നെയും സോൾ ഷോക്സ് വരാറുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഡിറ്റാച്ച്മെൻറ്റ് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ എങ്ങനെയാണ് ഇമ്പാക്റ്റ് ആവുന്നതെന്ന് ചുരുക്കി ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ അതുവരെ, അതായത് നമ്മൾ അവേക്കനിങ്ങിലേക്ക് വരുന്നത് വരെ നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വെളിയിൽ നിന്നും സീക്ക് ചെയ്യണമെന്നാണ്, വെളിയിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ സെയിം തിങ് നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ ട്വിൻ ഫ്ലെയിമിലേക്ക് അപ്ലൈ ചെയ്യും. അതൊരു മൈൻഡിൻ്റെ ഗെയിമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ട്വിൻ തന്നെയാണ് നമ്മൾ. എന്നാൽ നമ്മുടെ ട്വിന്നിനെ ഒരു സെപ്പറേറ്റ് പേഴ്സണായിട്ട്, ഒരു സെപ്പറേറ്റ് ആളായിട്ട് കണ്ടിട്ട്, ഇനിയൊരു ബോഡിയിലാ ഒരാളായിട്ട് കണ്ടിട്ട് നമ്മൾ ഈ ഇവിടെ പ്രാക്ടീസ് ചെയ്ത, ഇവിടെ നമ്മൾ ശീലിച്ചു പോയ ഒരു സൊസൈറ്റി പാറ്റേൺ അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസൊക്കെ നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ ട്വിൻ ഫ്ലെയിമിൽ ഇൻസ്റ്റിൽ ചെയ്യാൻ നോക്കും. അപ്പോൾ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ രണ്ടുപേരും സെയിം സോൾ ആയതുകൊണ്ട് തന്നെ, മിറർ സോൾ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ഉള്ളിലുള്ള ഷാഡോ സൈഡിനെ എടുത്ത് കാണിക്കുമ്പോഴാണ് നമുക്ക് ഈ സെപ്പറേഷൻ വരുന്നതും സോൾ ഷോക്കൊക്കെ വന്നിട്ട് നമ്മൾ പിന്നെ ഇന്നർ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നതും. അപ്പോൾ ഇവിടെ ഡിറ്റാച്ച്മെൻറ്റിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ വീഡിയോയുടെ ആദ്യമേ പറഞ്ഞു, ആസ് എ സോൾ നമ്മളൊരു യൂണിവേഴ്സാണ്, നമ്മളാണ് നമ്മളുടെ യൂണിവേഴ്സ്. ആൻഡ് ഇതിലൂടെയാണ് നമ്മൾ ഡിവൈനിനോട് കണക്റ്റ് ആവുന്നതും. നമുക്ക് എല്ലാ തരത്തിലും ഒരു കംപ്ലീറ്റ്നെസ് കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ സോളിലുണ്ട്. അപ്പോൾ ഇതിനെ ആക്ടിവേറ്റ് ചെയ്യുക, അതാണ് നമുക്ക് ശരിക്കും ഈ ജേർണിയിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ജേർണിയിലേക്ക് വന്നു കഴിയുമ്പം നമ്മളൊരു ട്വിൻ ഫ്ലെയിമിനോടല്ല, നമ്മുടെ ട്വിൻ ഫ്ലെയിമിനോട് അറ്റാച്ച് ആവരുത് ഒരിക്കലും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേറൊരാളോടും അറ്റാച്ച് ആവരുതെന്നൂടെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം നമ്മൾ അറ്റാച്ച് ആവേണ്ടത് നമ്മളോട് മാത്രമാണ്, ദൈവത്തിനോട് മാത്രമാണ്. കാരണം ഒരു സോൾ ലെവലിൽ നമ്മുടെ സോൾ ലെവലിൽ ആലോചിക്കുമ്പോൾ നമുക്ക് ആ ഒരു കംപ്ലീറ്റ്നെസ്സിൻ്റെ എനർജി നമുക്ക് കിട്ടാൻ ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. എന്നാൽ നമ്മൾ എപ്പോഴൊക്കെയാണോ ഈ ഒരു കാര്യത്തെ, ഈ ഒരു അറ്റാച്ച്മെൻറ്റിനെ നമ്മൾ വെളിയിലേക്ക് നോക്കുമ്പോൾ, അല്ലെങ്കിൽ അപ്പോഴൊക്കെയാണ് നമുക്ക് പെയിൻ വരുന്നത്. പലപ്പോഴും ഇതിനൊരു ഉദാഹരണം, നമ്മൾ പലപ്പോഴും കോഡിപ്പെൻഡൻസി കാണിക്കാറുള്ളൂ. ഇതേപോലെ വീഡിയോസ് കണ്ടിട്ടാവാം, അല്ലെങ്കിൽ നമ്മൾ ആരുടെയൊക്കെ അടുത്തും ഗൈഡൻസ് എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഇനിഷ്യലായിട്ട് നമുക്കൊരു ഗൈഡൻസ് വേണ്ടി വരുമ്പോൾ അവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ഇൻറ്റ്യൂട്ടീവ്ലി കണക്റ്റ് ആവാൻ പറ്റുന്ന ഏതൊരു ഗൈഡിൻ്റെ അടുത്തും, ഏതൊരു ഹീലറിൻ്റെ അടുത്തും നിങ്ങൾക്ക് ഗൈഡൻസ് എടുക്കാം. എന്നാൽ ഇവിടെ നമ്മുടെ ഇൻറ്റ്യൂഷനെ കേൾക്കാതെ പിന്നെയും നമ്മളൊരു അറ്റാച്ച്മെൻറ്റിലേക്ക് പോകാറുണ്ട് പലപ്പോഴും. അതൊരാളോട്, അതിപ്പം ഗൈഡൻസ് തരുന്നവരോടാവാം, ഈ ഒരു ഈവൻ ട്വിൻ ഫ്ലെയിം കമ്മ്യൂണിറ്റിയിൽ നമുക്ക് അറിയാവുന്ന ആ ഒരു സോൾ ട്രൈബിലേക്കൊക്കെ ആവാം. അപ്പോഴൊക്കെ നമുക്ക് അറിഞ്ഞോ അറിയാതെ അവിടെ ഡിവൈനായിട്ട് നമ്മളെ ഡിറ്റാച്ച് ചെയ്യിപ്പിക്കാറുണ്ട്. സോ
ടോട്ടലി പറഞ്ഞാൽ ഈ ജേർണി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലേക്ക് നോക്കി നമ്മളുടെ കംപ്ലീറ്റ്നെസ് നമ്മളിൽ കണ്ടെത്താനുള്ള ഒരു ജേർണിയാണ്. എപ്പോഴൊക്കെ നമ്മൾ അറ്റാച്ച്മെൻറ്റിലേക്ക് വരുന്നോ ഈ ഒരു കംപ്ലീറ്റ്നെസ്സിനെ നമ്മൾക്ക് ഒരിക്കലും നമ്മുടെ ഉള്ളിൽ നിന്നും കണ്ടെത്താൻ പറ്റില്ല. അറ്റ് ദ സെയിം ടൈം നമുക്ക് വെളിയിൽ നിന്ന് കിട്ടുകയുമില്ല. കാരണം നമ്മളെപ്പോഴാണ് നമ്മൾ ആ ഒരു കംപ്ലീറ്റ്നെസ്സിൻ്റെ എനർജിയിൽ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും ഡിറ്റാച്ചായിട്ട് വരുന്നു, അപ്പോൾ മാത്രമേ നമ്മളുടെ ആ ഒരു പർപ്പസിലേക്ക് നമ്മൾക്ക് വരാൻ പറ്റുള്ളൂ. നമ്മളുടെ ഒരു അബൻഡൻസിലേക്ക് ടാപ്പിൻ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളുടെ ട്വിൻ ഫ്ലെയിം യൂണിയൻ പോലും നടക്കുന്നത് ടോട്ടലി നമ്മൾ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും എനർജറ്റിക്കലും പോലും ഡിറ്റാച്ച് ആവുമ്പോഴാണ്. അപ്പോൾ ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഡൗട്ടിൻ്റെ ക്ലിയറൻസ് തന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇൻഫർമേഷൻ ഹെൽപ്ഫുള്ളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, സബ്സ്ക്രൈബ് ചെയ്യാവുന്നതുമാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിനായിട്ട്, റേക്കി ഹീലിംഗ് സെഷൻസിനായിട്ട്, റേക്കി അറ്റ്യൂട്ട്മെൻറ്റിനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ആൻഡ് താങ്ക് യു സോ മച്ച്. സ്റ്റേ ബ്ലെസ്ഡ്.